സ്തോത്രം. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനും ഗ്രഹമന്നാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെൻ നാരുളിയോനേ. നീക്കം വരാതാനിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നോവല്ലോ. വചനമെന്നാത്മാവിൽ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പാപവും രോഗവും അകറ്റിയിടുവാൻ രുധിരത്തിനത്ഭുത ശക്തി ഇന്ന് അറിയുവാൻ ഇവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കേണമേ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 126 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തേണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. ഹല്ലേലൂയ. ആശ്രയവും പ്രത്യാശയും എന്ന വിഷയത്തെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനങ്ങൾ 146:5. യാക്കോബിന്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ. ഹല്ലേലൂയ. മനുഷ്യന് ദൈവാശ്രയമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. ദൈവാശ്രയമില്ലാതെ ജീവിക്കുവാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ അതിൻ്റെ അവസാനം ഭയാനകമായിരിക്കും. ദൈവാശ്രയമുള്ളവർ ദിവസവും ദൈവവുമായി ആശയവിനിമയം നടത്തുന്നവർ ആയിരിക്കും. അത് എങ്ങനെയാണ് എന്ന് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുക, ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക, ആത്മാവിൽ ആരാധിക്കുക, പാട്ടുപാടുക, ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ദൈവവുമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്നതാണ്. അങ്ങനെയുള്ളവർ പ്രത്യാശയിൽ നിലനിൽക്കും. അവർ തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. പൗലോസ് തൻ്റെ ജീവിത യാത്രയിൽ പലവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടും തളർന്നില്ല. കരയിലും കടലിലും താൻ യാത്ര ചെയ്തപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ദൈവം തക്ക സമയത്ത് ആലോചന പറഞ്ഞുകൊടുത്ത് പ്രത്യാശയുടെ വഴി നടത്തി. സങ്കീർത്തനം 27:14. ഹല്ലേലൂയ. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക എന്ന് കാണുന്നു. പ്രിയരെ, നമ്മുടെ ജീവിത യാത്രയിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ തീർച്ചയായും നാം പ്രത്യാശയിൽ നിലനിൽക്കും. നാം തളർന്നു പോകുവാൻ യേശു കർത്താവ് നമ്മെ സമ്മതിക്കുകയില്ല. ദിനംതോറും കർത്താവ് നമ്മെ വഴി നടത്തുവാൻ ബലമുള്ള ദൈവത്തിൻ്റെ കൈക്കീഴ് നാം താണിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനായി കർത്താവ് നമ്മെ എല്ലാം സഹായിക്കണമേ. നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ,
ഒരു പ്രഭാതം കൂടി കാണുവാൻ അങ്ങ് സഹായിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെപ്പോലെ ഉറങ്ങാൻ കിടന്ന എത്രയോ പേർ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കുടുംബമായി ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ യാത്രകളിലെ, വാഹനത്തിലെ, ശുശ്രൂഷകളിലെല്ലാം കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കരുണയ്ക്കായി, കൃപയ്ക്കായി, ദയയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണപ്പാ. ഏതെല്ലാം വിഷയത്തിൽ ഭാരത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു അവർക്കെല്ലാം ഈ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം നൽകി ദൈവം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സൗഖ്യം, വിടുതൽ, സമാധാനം നൽകി സകലരെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ എന്നറിഞ്ഞ് നിത്യജീവനായി ഒരുങ്ങുവാനുള്ള മനസ്സൊരുക്ക് എല്ലാ മക്കൾക്കും അങ്ങ് നൽകണം കർത്താവേ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവം ദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ തക്കോണം എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണപ്പാ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണം നാഥ. ഹല്ലേലൂയ, സ്തോത്രം. ലോക രാഷ്ട്രങ്ങൾ തമ്മിൽ കർത്താവേ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോൾ ആ യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുക ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ കാണപ്പെടുന്നത് പോലെ ഹല്ലേലൂയ, ആമേൻ, രാജ്യങ്ങളോട് എതിർക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ വരവ് വാതിൽക്കൽ ആയിരിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടുവാൻ, പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി ഹൃദയത്തെ സ്വീകരിച്ച് രക്ഷാനുഭവം പ്രാപിക്കുവാൻ, യേശു കാണിച്ച മാതൃക പ്രകാരം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളായി വിശുദ്ധിയോടെ നിലനിൽപ്പാൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി തീരുവാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്നല്ല ചെയ്ത് കർത്താവ്, ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണം. അനുഗ്രഹിക്കും കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.